വാസ്കോഡഗാമ കപ്പലിറങ്ങിയത് കാപ്പാടല്ലാന്ന്. ഇന്ത്യയിലേക്ക് ആദ്യമായി വിദേശികൾ കടന്നു വന്നത് കോഴിക്കോടാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാപ്പാടായിരുന്നു എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അതല്ലത്രേ സത്യം. 1498 വാസ്കോഡഗാമ കപ്പലിറങ്ങിയത് കാപ്പാട് നിന്നും 13 കിലോമീറ്റർ ദൂരെ കൊയിലാണ്ടിക്കടുത്തുള്ള കൊല്ലം പന്തലായനിയിലെ കോളം എന്ന ഈ ബീച്ചിലായിരുന്നുവെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. അല്ലെ? 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അൽ ഇദ്രീസിയുടെ സഞ്ചാരരേഖകളിൽ ബന്ദരഹാനി എന്ന തുറമുഖ നഗരമായിരുന്ന ഈ പ്രദേശമാണ് കൊല്ലം പന്തലായനി ആയി മാറുന്നത്. കുറെ കാലം ചന്ദ്രികാ പത്രത്തിന്റെ സൂപ്പർവൈസറും ഇന്നത്തെ കൊല്ലം ജുമാ മസ്ജിദ് പ്രസിഡന്റുമായ സിദ്ദീഖ് കൂട്ടുമുഖം പറയുന്നത് കച്ചവടക്കാരായ ചൈനക്കാരും അറബികളും ഇവിടെയാണ് കപ്പൽ നങ്കൂരമിട്ടിരുന്നത്. അതിനുള്ള സൗകര്യം കാപ്പാട് ഇല്ലായിരുന്നു എന്നാണ്. ഇവിടെ ചൈനക്കാർ ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്ന ചീന പള്ളിയുണ്ട്. ലോകസഞ്ചാരി ഇബ്നു ബത്തൂത്ത ഇവിടെ 1 മാസം താമസിച്ചിരുന്നു. ബദറിൽ പങ്കെടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സഹാബി തമീമുൽ അൻസാരിയുടെ ഖബർ ഇവിടെയുള്ള പാറപ്പള്ളിയിലാണ്. താനടക്കം പലർക്കും ചൈനക്കാരുടെ മുഖം ലഭിച്ചത് അങ്ങനെയാണെന്ന് തമാശ രൂപത്തിൽ സിദ്ദീഖ പറഞ്ഞു നിർത്തി.